ഞാൻ വിശദമായിട്ടിപ്പം സംസാരിക്കുന്നില്ല. ഞാനിപ്പം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു ബൈറ്റ് മറ്റേ 24 ന്യൂസിന് കൊടുക്കുന്ന ചില കാര്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഹൃദയത്തിൽ തട്ടുന്ന ചില കാര്യങ്ങൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ നിന്ന് മുഴുവൻ എന്താ പറയുക, ഒരു ജീവിതത്തിൻ്റെ 1/4 ഭാഗവും പാർട്ടി കൊണ്ട് നേട്ടങ്ങളുണ്ടാക്കി അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിന്ന ആരോടെങ്കിലും ഒന്ന് തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്ക്, പുതിയ യുവതലമുറ വരട്ടെ എന്ന് നിൽക്കുമ്പോൾ മാറി നിൽക്കാതെ പാർട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഷണ്ടന്മാരോട് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയാം. ഷണ്ടന്മാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വിഷയം പറയുക. കാരണം വെച്ചാൽ രാഹുലിനോട് ചോദിച്ചപ്പോൾ ആശ്മി ചോദിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് സംഘടനാപരമായിട്ട് പുറത്താക്കാൻ കഴിയുമെങ്കിലും കോൺഗ്രസ് എന്ന വികാരത്തെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ച് മാറ്റാൻ കഴിയില്ല എന്ന് ഇച്ഛാശക്തിയോടെ. അതാണ് ഓരോ കോൺഗ്രസ്സുകാരന്, അധികാരമല്ല, സ്ഥാനമാനങ്ങളല്ല. അപ്പൊ അത്ര മാത്രം കോൺഗ്രസിനോട് ഇഷ്ടം വെക്കുന്ന കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കുന്ന രാഹുൽ അന്ന് നമ്മൾ കണ്ടത്. അതൊന്ന്. രണ്ടാമത് ഒരു വലിയ മനസ്സിനെ വിഷമം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത്തരം വിഷയങ്ങൾ വന്നപ്പോൾ പാർട്ടി അത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ്. എങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു ആരോപണം വന്നപ്പോൾ അവനിക്കുണ്ടാവില്ല ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി, അത് കേൾക്കാൻ പോലും എന്താ പറയുക പാർട്ടിയല്ല ഇതിന്റെ ഈ എന്താ പറയണ്ട ഇതിന്റെ മറ്റ് സ്വയം പ്രഖ്യാപിത രാജാക്കന്മാർ തയ്യാറായില്ല എന്നതാണ്. പിന്നെ കൂട്ടത്തോടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരാളെ വേട്ടയാടുന്നുള്ള വലിയ മിടുക്കുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അങ്ങനെ രണ്ട് വിഷയങ്ങൾ. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കുക, ഇതിപ്പം അച്ഛനെ പോലെ കാണുന്നതാണ്, മകളെ പോലെ കാണുന്നതാണ്, ബോധ്യത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണെന്നൊക്കെ ഇപ്പം വീമ്പളക്കിയിട്ടുണ്ടല്ലോ അന്ന് ഈ രാഹുലിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട്. ഇന്ന് കൃത്യമായിട്ട് രാഹുൽ പറഞ്ഞിട്ട വളരെ വ്യക്തവും കൃത്യവും പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ട. എന്താ ഇപ്പം നിങ്ങൾക്ക് പറയാനുള്ളത്? കുഞ്ഞുങ്ങളെ KSUലേക്ക് എങ്ങനെ വിടും? ഇവനിങ്ങനെ പെൺവാട്ടക്കാരനാണ്, ഇവനിങ്ങനെ ഗാമഭ്രാന്താണെന്നൊക്കെ പറയും. അടിച്ചു വിട്ടില്ല നിങ്ങൾ ഒന്നും. എന്താ പറയാ, ഈ രാഹുലിന്റെ ഭാഗങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഇപ്പം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ. ആ വീഡിയോ ഒന്ന് കേൾക്ക്. ഇനി അത് മാത്രമല്ല, കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇപ്പൊ എന്തേ എല്ലാം അങ്ങ് പോയാ. ഞാൻ പറഞ്ഞല്ലോ, പൊന്ന് കായ്ക്കുന്ന മരായാലും വീട്ടിന് നേരെ ചാഞ്ഞാൽ അത് വെട്ടി മാറ്റണം, മനസ്സിലാക്കണം. കൂട്ടത്തിലുള്ള ഒരിക്കലൊരു വിഷയം വന്നപ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ബോധ്യവും കൊണ്ടുവന്നിട്ട്, വലിയ ബോധ്യമാണല്ലോ ഇവന്റെ, വന്നിട്ട് വലിയ ആളാവാൻ ശ്രമിച്ച ഇവനുണ്ടല്ലോ. ഇനി ഒരു കാരണം കോൺഗ്രസിന്റെ ലെവലിൽ ഇവനിപ്പോ വളരെ താളടിച്ച് നടന്നിട്ട് ഇവനാണ് കോൺഗ്രസിനെ അങ്ങ് പടുത്തുയർത്തുന്നത്, കോൺഗ്രസ് ഇവനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിപ്പം ഇനി നേതൃത്വം ഇല്ലെങ്കിലും ഈ സമയത്ത് പാർട്ടി അധികാരത്തിലേക്ക് വരും. കാരണം അത്ര മാത്രം ഇടതുപക്ഷത്തിന്റെ ഭരണം ജനങ്ങൾക്ക് എന്താണ് അലോസരം ഉണ്ടാക്കിയിട്ട് അത് ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തോളൂ. അപ്പൊ അത് ഇവന്റെ മിടുക്കുന്നതായി കാണണ്ട, മനസ്സിലായ? ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ട ആരെയാണെന്നറിയോ? കൂട്ടത്തിൽ നിന്നിട്ട് കുതികാല് വെട്ടുന്നവരെ ചതിയന്മാരെയാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത്. നേർക്ക് നേരെ വരുമ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അത് വിഷയമല്ല. പക്ഷേ കൂട്ടത്തിൽ നിന്നിട്ട് അങ്ങനെ കുതികാല് വെട്ടിയതാ. അത് കൃത്യമായിട്ട് പറയും. ഈ ആരോപണം ആദ്യമായിട്ട് ആരാ കൊണ്ടുവന്നത്? ഒരു 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 യുവനടിയല്ല. ആ നടിയുടെ അവസ്ഥ എന്താ ഇപ്പോ? എന്താ അവസ്ഥ ഇപ്പൊ? ഓരോന്നും പുറത്ത് വരുന്നുണ്ടല്ലോ. പക്ഷെ രാഹുൽ അന്ന് പറഞ്ഞു, ഞാൻ നിശബ്ദനായി നിന്നാലും കുറ്റം, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും കുറ്റം. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് രാഹുൽ. ഞാൻ അന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അതിജീവിതയെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ മാധ്യമങ്ങൾ ഹൈലൈറ്റ് കൊടുക്കും. ഇനി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയാ, അതാ രാഹുൽ അതാ മൗനം പാലിക്കുന്നു, അപ്പൊ ആ ക്രൈം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിസന്ധിയിലെ കൂടിയാണ് അദ്ദേഹം കടന്നുപോയെന്നാ പറഞ്ഞത്, മനസ്സിലായി? എന്നിട്ടോ മറ്റുള്ളവർ വേട്ടയാടട്ടെ, പാർട്ടിന്റെ ചത്ത് കിടക്കുന്ന വെമ്പർ എഴുന്നേറ്റ് വന്നിട്ട് എന്തൊക്കെ പുലിയാട്ട വിളിച്ച് പറഞ്ഞത് രാഹുലിനേറെ. അവൻ രാജിവെക്കണം, അവൻ അങ്ങനെയാക്കണം, അവിടെ തുരത. ഈ പറയുന്നവനൊക്കെ അവനവന്റെ വീട്ടിനകത്തുള്ള മുഖം പോയി കണ്ണാടിയിൽ നോക്ക്, എന്നിട്ട് വന്നിട്ട് കുറ്റപ്പെടുത്തിയാൽ മതി കേട്ടോ. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പാവം അനുഭവിച്ച വേദനകൾ. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്വയം ഇഷ്ടപ്രകാരം രാഹുൽ വളരെ കൃത്യമായി ചോദിക്കുന്നു, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഇനി ഈ ആരോപണം ഉന്നയിച്ച ഓരോ കാര്യങ്ങൾ കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നിട്ട് ഒരു ഷഹനാസ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തി വന്നിട്ട് എന്തോ വാണടിച്ചിട്ടുണ്ടല്ലോ. അവൾ ഇപ്പോഴും പാർട്ടിക്കാരത്തില്ല. എടാ, നട്ടുണ്ടെങ്കിൽ തന്റെ ഇടം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് വെളിയിൽ കളയടാ. പച്ചക്കളവല്ലേ പറഞ്ഞ് രാഹുൽ എന്ന് പറഞ്ഞില്ലേ മാധ്യമത്തിനോട് മുമ്പില്ലേ? അവൾ വെളിപ്പെടുത്തട്ടെ. എന്നിട്ട് അവളെ അങ്ങോട്ട് എവിടെയോ വിളിച്ചു പോലും കർഷക സമരത്തിന് വേണ്ടിയിട്ട്. അവളെ
ധൈര്യം ഇതുപോലെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി നിൽക്കുമ്പം അവിടെ ആളാവാൻ വന്ന് അവളെയൊക്കെ ഇന്നും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് വെക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്, രാഹുലിന് നേരെ നിലപാടെടുത്തവന്റെ ഒക്കെ മനസ്സിലിപ്പ് എന്താന്ന് കൃത്യമായിട്ട് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. ഒരു ക്രൈം ചെയ്തിട്ടില്ല. അത് ഇപ്പം എന്താ ആർക്കും വായിലാവില്ലേ? ആർക്കും ചർച്ച ചെയ്യണ്ടേ? കുറെ മഹിളകളെ വരിയായി വന്നിട്ടുണ്ടല്ലേനും അവൻ അങ്ങനെയാക്കണം, അവനെ ഞങ്ങൾക്ക് വേണ്ട, അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇല്ലേ? എന്താ ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇന്ന് ആ ന്യൂസ് 24 പറഞ്ഞിട്ട കാര്യങ്ങൾ മുഴുവനും അതേപടിയാ പറഞ്ഞത്. എങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കട്ടെ ഈ വെറ്റകള്. ഉടനെ എന്റെ ബോധ്യം പരാതി കുറെ കിട്ടി. എന്താ നിങ്ങൾക്ക് സുപ്രീം കോടതിയാ നിങ്ങളടുത്ത് പരാതി കൊണ്ട് തരാൻ വേണ്ടിയിട്ട് KPCCയുടെ ഓഫീസിനകത്ത്? അത് എന്നാ പരാതി മുഴുവൻ പുറത്തു വിടണ്ടേ? വിട്ടോ? നിങ്ങൾ ഏറ്റവും വലിയ ചതിയം മാറുന്നാൽ എന്നാ നിങ്ങളെ വിശ്വസിച്ചിട്ട് ആരെങ്കിലും ഒരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വേണ്ട പോലെ ഹാൻഡിൽ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ വലിയ കള്ളം മാറല്ലേ? ചാത്തി കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നപ്പോ ഇവനൊക്കെ വിചാരിച്ച് രാഹുൽ ഉയർന്നില്ല, എന്റെ സ്ഥാനവും എന്റെ തലയും എന്റെ ഫിഗറും അങ്ങ് നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോ ഇടതുപക്ഷവും സംഘപരിവാറും എന്താ പറയുന്നത്, ഈ കൂടാലോചന നടത്തുന്നതിന് അപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിക്കകത്തുള്ളവൻ തന്നെ പോയി ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് ഏതൊരു ചാനലിലും കൊടുപ്പിച്ചിട്ട് ഉടനെ 10 മിനിറ്റ് കൊണ്ട് ചാടി കയറി അങ്ങ് വന്നിട്ട് അങ്ങ് അടിച്ചങ്ങ് ഇളക്കുക. എന്നിട്ട് പൊറ്റാക്കി പാർട്ടിക്ക് എന്ത് ദോഷ ചെയ്യാ? ഇപ്പോ ഒരു പാർട്ടി തോറ്റുണ്ടാകും. പക്ഷെ ഒരു മനുഷ്യന് എമ്മാതിരി പാർട്ടിയാണത്. അവനിക്കൊരു അമ്മയുണ്ട്, അവനിക്കൊരു സഹോദരി ഉണ്ടെന്ന് ചിന്തിച്ചോ? ഇവറ്റകൾ ചിന്തിച്ചോ? എന്നിട്ട് പബ്ലിക്കിൽ അങ്ങ് ഇട്ടുകൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു 5-6 വർഷം നമ്മളെ കൂടെ നമുക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതല്ലേ? കോൺഗ്രസിന് വേണ്ടി അടി കൊണ്ടിട്ടില്ലേ? പോലീസുകാരെ അവന്റെ കുടുംബത്തിലേക്ക് വേണ്ടിയല്ലോ. ആ ഒരു നന്ദി നിങ്ങൾ കാണിക്കണ്ടേ? കാണിച്ചോ? നിങ്ങൾ ഏതെങ്കിലും ഒരുത്തെ കാണിച്ചോ? ഒരുത്തെ എല്ലാം അവൻ വലിയ ബ്രിട്ടനാവാൻ, വലിയ പരിശുദ്ധനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എടാ, നീയൊക്കെ പോയിട്ട് നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കാതെയോ എത്ര മാത്രം ക്ലിയറാണ് നിങ്ങളൊക്കെ എന്നുള്ള കാര്യമോ വെറുതെ പറയിപ്പിക്കരുത് കേട്ടാ. എന്നിട്ട് ഇപ്പം അവിടെ സീറ്റില്ല, അവിടെ പുറത്താക്കി. അതിന് പുറത്താക്കിയാൽ പോയി പുറത്താക്കിയ എന്താ? രാഹുലിന്റെ റേഷൻ കാർഡ് വെട്ടുവോ നിങ്ങൾ? പൗരത്വം എടുത്ത് കളയോ നിങ്ങൾ? ഇന്ത്യന്ന് നാട് കടത്തുവോ നിങ്ങൾ രാഹുലിന്? നിങ്ങൾക്കിപ്പോ രാഹുൽ പറഞ്ഞ പോലെ പാർട്ടിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റും. കോൺഗ്രസ് എന്ന വികാരത്തിൽ നിങ്ങൾക്ക് മാറ്റി എടുക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോലെ അധികാരം തലക്ക് പിടിച്ചിട്ടോ അധികാര ഭ്രാന്തനൊന്നുമല്ല രാഹുല് കേട്ടാ. കുറച്ച് അധികാരം കിട്ടിയില്ലെങ്കിൽ പാർട്ടിക്ക് നേരെ പുല്ലിയാട്ടും പറഞ്ഞു നടന്ന് എന്നിട്ട് പിന്നീട് വന്നിട്ട് ഞങ്ങൾ പാർട്ടി എങ്ങനെ, ഞാൻ പാർട്ടിയെ ഇങ്ങനെ, എന്റെ പാർട്ടിയാണ്. എന്ത് പാർട്ടി? നിങ്ങളെ ഈ പാർട്ടി ഇതുപോലെ പ്രതിരോധത്തിലാക്കിയവരൊക്കെ എന്ന് തലപ്പത്തിരിക്കുന്നത്. അതുപോലെ രാഹുൽ ചെയ്തോ? നിങ്ങൾ ഇത്ര പാർട്ടിയാണ് നിങ്ങൾക്കെതിരെ ഒരാൾക്കെതിരെ ഒരു അക്ഷരം രാഹുൽ പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യത. അതാ ഞാൻ പറഞ്ഞത്. അതിനും ഒരു സംസ്കാരം വേണം. വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെയായിരിക്കണം. അച്ഛനും അമ്മയും നല്ല ക്വാളിറ്റിയിൽ വളർത്തിയതായിരിക്കും. അതുകൊണ്ട് അവന് ഇത്ര മാത്രം പ്രതിരോധത്തിലാക്കിയിട്ട് നിങ്ങളൊക്കെ ഇട്ട് വലിക്കുമ്പോഴും ആ മനുഷ്യൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആരെയും കുറ്റം പറയുന്നില്ല. അതാ ആ മനുഷ്യൻ വളർന്നു വന്ന ചുറ്റുപാടിന്റെ ഞാൻ വളരെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. ആ ഇന്റർവ്യൂ നിങ്ങളൊന്ന് കേട്ട് നോക്കിയ എത്ര കൃത്യമായിട്ടാ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞൂട്ടെ ഇവര്? പറന്ന് കളിച്ചോളൂ. ഞാൻ വെറുതെ പറയുന്നില്ല. എത്ര ആരോപണങ്ങൾ, ആരൊക്കെ ഇപ്പം വരിയായി വന്നിട്ടില്ലെന്നും കുറെ യൂത്ത് കോൺഗ്രസ് അവറ്റകളെല്ലാം ഇപ്പം പാർട്ടിക്കകത്തില്ലേ? ഈ പച്ചക്കളവ് മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് പ്രസ്ഥാനത്തെ കരിവാഴ്ചയ്ക്കുന്ന വിധത്തിൽ പറഞ്ഞ് പമ്പത്തികളൊക്കെ ഇല്ലേ? എന്താ നിങ്ങൾക്ക് പുറത്താക്കാൻ കഴിയുന്നില്ലേ? എന്താ പുറത്താക്കണ്ടേ? അറസ്റ്റ് പോലും നടന്നത് രാജ്യത്തിന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ടാ. ആ സമയത്ത് പോലും ഒരക്ഷരം ഈ സണ്ഡീകരിച്ചു വെച്ചവർ ഒരുത്തരും പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. രാഹുൽ അറസ്റ്റ് ചെയ്യട്ടെ, കുഴപ്പമില്ല. പക്ഷേ നിയമത്തെ ലംഘിച്ചു കൊണ്ടിട്ട് ഒരുത്തനും ഏത് ബോൺ ക്രിമിനലാവട്ടെ അറസ്റ്റ് ചെയ്താലും അവനിക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് അവിടെ പോലും ഇവറ്റകൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്നിട്ട് വലിയ സ്വയം പ്രഖ്യാപിത രാജാവായിട്ട് നടക്കുക കുറെ എണ്ണം. എത്ര മാത്രം ഞാൻ സത്യത്തിലാ പറഞ്ഞു. ഞാൻ തുടക്കം മുതൽ തന്നെ എനിക്കറിയാം ഇതിങ്ങനെ തന്നെ ഉണ്ടാകും, ഇങ്ങനെ സംഭവിക്കാം. അത് നിരപരാധിയായിരിക്കും.
പിന്നെ പരസ്പരം ഇഷ്ടപ്രകാരം സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തിട്ടെങ്കിൽ അത് കുറ്റമല്ല. അതിപ്പോ ഓരോരുത്തന്റെ പിറകിൽ പോയി നടന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാരാണ് ഈ ഹരിചന്ദ്രന്മാർ. ആ ഹരിചന്ദ്രന്മാർ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. നിങ്ങൾ പറ, നിങ്ങൾ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് പോലും വേറെ അടുത്ത് പോകുന്നില്ലേ? ഇടാ ഇല്ലേ, പോയിട്ടില്ലേ, പിടിച്ചിട്ടില്ലേ? ചരിത്രം നമ്മുടെ മുമ്പിൽ കഥകളില്ലേ? അങ്ങനെ ഇല്ലേ? എന്നാ രാഹുൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത് കാശ് കൊടുത്ത് മറ്റത് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ട ഓരോന്ന് വൈക്ക് വയ്യായിട്ട്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, എടാ അങ്ങനെ ഒരു ആരോപണം വന്നാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാൻ, നീ അത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രശ്നം, ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടല്ലോ, അതിന്റെ എന്തെങ്കിലും എനിക്ക് ഡീറ്റെയിൽ പറയാൻ എന്തെങ്കിലും ചോദിക്കൂലേ? അതൊന്നും ചോദിക്കാണ്ട് 10:40 ഈ പറയുന്ന യുവനടി എന്ന് പറയുന്ന ഒരു പച്ച കളവങ്ങ് പറയാ. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകത്ത് എന്തോ ബാഡ് കമന്റാ എന്തോ അങ്ങ് ഉണ്ടാക്കിയോളൂ ഇവളെ എടുത്ത്. ഇപ്പൊ എന്താ അവർക്ക് മിണ്ടാൻ പറ്റാത്തത്? ഇപ്പൊ എന്താ പറയാത്തത്? ശ്രീദേവി കുഞ്ഞമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അതിനെതിർത്ത് ഇവിടെ ഒരു അക്ഷരം മിണ്ടാത്തത്. എന്നിട്ട് അപ്പാട് വേറെ അതെന്റെ മകളെപ്പോലെ ഞാൻ കണ്ടതാണ്, എന്റെ മകളെപ്പോലെ ഞാൻ കണ്ടതാണ്. അങ്ങനെ ആർക്കെങ്കിലും സ്ത്രീകൾക്കെതിരെ എന്ത് മകള് ഞാൻ പറയുന്നില്ല. ആ യൂട്യൂബിലെല്ലാം നോക്ക് കുറെ വീഡിയോസ്. ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല അങ്ങനത്തെ സ്ത്രീകളെയൊന്നും വെച്ചിട്ട് മകളെ പോലെയാണെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. കാരണം ഞങ്ങൾക്കൊരു പ്രസ്റ്റേജും ഒരു ക്രെഡിബിലിറ്റിയും ഉണ്ട് സമൂഹത്തിൽ എവിടെയായാലും. മനസ്സിലായ? എന്നിട്ട് എന്റെ ബോധ്യത്തിൽ നിന്ന് കിട്ടുന്നതാണ്. എന്റെ ബോധ്യം കിട്ടണ്ടെങ്കിൽ അവനവന്റെ കുടുംബത്തിൽ ആക്കുക, അല്ലാതെ കൂടെ നിൽക്കുന്നവനെ കുതികാലി വെട്ടുവാനും ഇതാക്കുവാനും അല്ല ബോധ്യം. മനസ്സിലായ? അത് പറയാൻ ആളില്ലാഞ്ഞിട്ടാ. മറ്റതൊക്കെ ഭയപ്പെട്ടത് കൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഭയപ്പെടാനില്ലല്ലോ. ഞങ്ങൾ ഇതിനുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. ഞങ്ങൾക്ക് പ്രസ്ഥാനമാണ് വലുത്, അതിനപ്പുറത്തേക്ക് ഒരുത്തനും ഇല്ല. പിന്നെ ഷോ വർക്കും വേണ്ട. ഈ ഷോ വർക്കൊക്കെ നമുക്കും നല്ലപോലെ അറിയാം ആരൊക്കെ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇവന്റെ ഈ ഷോ വർക്ക് വേണ്ടിട്ട് ഇപ്പം പാർട്ടി അങ്ങ് ജയിച്ചെന്നാ. കൊല്ലത്തെ CPM-ന്റെ കൊട്ടക്കൊത്തരത്തിൽ പോലും സഖാക്കന്മാർ നമുക്ക് വോട്ട് ചെയ്ത്. കാരണം ആ ഭരണത്തോടുള്ള അത്രമാത്രം ഭരണത്തോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായിട്ട്. അല്ലാതെ ഇവരൊക്കെ അവിടെ പോയി പ്രവർത്തിച്ചപ്പോ കൊല്ലത്തിൽ ഇത് കിട്ടിയ ഒരു നല്ല വളർന്നു വരെ ഒരു എനർജി ആയിട്ടുള്ള ഒരു യുവ നേതാവ് കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് മാറേണ്ടവൻ നാളുകളിൽ. ചത്ത് കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നെ കോൺഗ്രസ്സുകാർക്ക് മൊത്തം ആവേശം കൊടുത്ത ഒരു യുവജന സംഘം ഒരു നേതൃത്വം ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് ഒറ്റയടിക്ക് അങ്ങ് അല്ലെങ്കിൽ എന്താ ഇവറ്റകൾക്ക് ഞാൻ പറയുന്നില്ല കിട്ടൂല. ജനങ്ങൾ മുഴുവൻ അവരെ കൂടിയാവും ഇപ്പോ. പക്ഷെ ഉദ്ദേശം എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പാളിപ്പോയതാ. വെച്ചപടി തിരിച്ചു വന്ന് സത്യത്തിൽ അതാണ്. ഇവന് രാഹുലിനെ വെച്ചിട്ട് ഷാഫിയിലെ കൂടിയെല്ലാം കറങ്ങിയിട്ട് ഈ വളർന്നു വരുന്ന യുവ നേതാക്കന്മാർ അങ്ങ് ഒതുക്കി കളയാ എന്ന് എന്താ പറയണ്ടത്, ഇവറ്റകൾ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയത്. ഇതിന് ഞാൻ മറ്റ് പ്രതിപക്ഷത്തിനൊന്നും ഞാൻ കുറ്റം പറയും. തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രതിപക്ഷത്തിനും ഞാൻ ഇതിനകത്ത് കുറ്റം പറയത്തില്ല. കാരണം എന്താ, നിങ്ങൾ നോക്കി ഇത് എവിടുന്നാ വന്നതെന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്ക്. പക്ഷെ ഇവര് ഈ പാർട്ടിക്കകത്തുള്ളവർ തന്നെ ഇത് അങ്ങ് ഇഷ്ടപ്പെടാൻ മറ്റുള്ളവരെ ഏറ്റെടുത്തത് അത് സ്വാഭാവികമല്ലേ? അത് ഏറ്റെടുക്കണമല്ലോ അവര്. അല്ലെങ്കിൽ അവർ പ്രതിപക്ഷം അവർക്കൊരു ഇത് കിട്ടുമ്പോൾ കോൺഗ്രസിൽ അടിക്കാനുള്ള വഴി അവർ ഏറ്റെടുക്കുമല്ലോ. എന്നിട്ട് ഇപ്പം പാലക്കാട്ടേക്ക് വലിയ അവിടെ വേറെ എന്തോ കൊണ്ടുവരുന്നുണ്ട്. എന്തായി കൊണ്ടുവരണ്ടാണ് എന്നെ ന്യായങ്ങൾ മാറ്റം പറ്റണ്ട്. തൻ്റെ ഇടം ആണത്തോ ഉണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ മുഖത്ത് മീശ വെച്ചിട്ട് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്ക രാഹുൽ. എന്നിട്ട് അവിടെ മത്സരിക്കാൻ വേണ്ടി പറ. എന്നിട്ട് എതിരാളികളോട് പറ, ഞങ്ങളെ പാർട്ടി ഞങ്ങൾ തീരുമാനിക്കുന്നു പറ. നിങ്ങളെ നേതൃത്വത്തിനനുസരിച്ചുള്ള കോൺഗ്രസ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു പറ. പറ്റുവാണെങ്കിൽ CPM-നെ കാണുന്നില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവര് എന്താ അലിഗേഷൻ വന്നാലും അവര് സംരക്ഷിക്കുന്ന കാണുന്നുണ്ടാ? കട്ട് എന്ന് പറയും പാർട്ടി കട്ട് അമ്പലം മുഴുവൻ കട്ട് വിറ്റ് നക്കി അടിച്ചവനെ സംരക്ഷിച്ച്. മനസ്സിലായ? ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് സത്യം പറഞ്ഞതിന്റെ പേരിൽ അവരെ പുറത്താക്കി. പുറത്താക്കി. പിന്നെ ആരെങ്കിലും മിണ്ടിയില്ല. അത് ആ പാർട്ടിന്റെ അങ്ങനെയാണ്. അല്ല ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒന്നും ചെയ്യണ്ട. കൂട്ടത്തിലുള്ളവൻ ജനങ്ങൾ 10 പേര് അംഗീകരിക്കുന്നുണ്ട്. ഓനിക്ക് 10 ജനപിന്തുണ കണ്ടാൽ പിന്നെ ഇതിനകത്ത് തന്നെ സ്ക്രൂ വെച്ച് ഓൻ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടാക്കി ഓനെ കുടുക്കി ഓനെ ചവിട്ടി മരിച്ച് അവിടെ ഇട്ട് കല്ലും എടുത്ത് വെക്കേണ്ട
പ്രവൃത്തി നിങ്ങൾ ചെയ്യൂ. അതല്ലേ നമ്മൾ കാണുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ സത്യാവസ്ഥ രാഹുൽ വന്ന് പറയും. ആ പറയുന്ന ഘട്ടം വരെ നമുക്ക് അവരെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇന്നിപ്പം അത് കേട്ടല്ലോ. കേട്ടപ്പോൾ ഇതാണോ ഇതിനകത്ത് നടന്നത് എന്ന് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. പക്ഷെ എനിക്ക് ആ ഇഷ്ടപ്പെട്ട ഒറ്റ ഡയലോഗാ. പാർട്ടിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റാൻ പറ്റുമായിരിക്കാം, പക്ഷെ കോൺഗ്രസ് എന്ന വികാരത്തെ മാറ്റാൻ ഒരുത്തനിക്കും കഴിയില്ല. അത് തന്നെയാണ് ഞങ്ങളൊക്കെ വികാരം. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഇത് പറയുന്നത്. ഇത് വലിയ ഷോ വർക്കും ചെയ്തിട്ട് ഞങ്ങൾ അവരുടെ അടിത്തളത്തിൽ ഗ്രോസ് റൂട്ടിൽ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് എന്ത് ഗ്രാസ് റൂട്ട് ആര് വില വെക്കുന്നത്? എന്താ പറയും, ഞാൻ 1000 ഇലക്ഷനിൽ തോറ്റാ വീട്ടിൽ പോയിക്കോളൂ. പിന്നെ അവിടെ ഈ ബാഹന അടിക്കാനും വായന താവോട് പാൽപ്പായസം വെക്കാൻ എല്ലാവർക്കും കഴിയും. അത് എല്ലാവർക്കും കഴിയും. അതൊന്നും വലിയ സംഭവം ആക്കണ്ട. അതൊന്നും നമ്മളൊന്നും എന്താ പറയുക, അതിന് മൈൻഡ് പോലും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഇത്രയേ ഉള്ളൂ, കൂട്ടത്തിൽ നിൽക്കുന്നവൻ ആരെങ്കിലും ഒരു അലിഗേഷൻ കൊണ്ടുവന്നാൽ അതിന്റെ കണ്ടന്റും അതിന്റെ മെറിറ്റും അതിന്റെ സത്യാവസ്ഥയും അറിയുന്നതിന് മുമ്പ് വലിയ അവർകളായിട്ട് ഞാൻ വലിയ തമ്പറാനാണ്, ഞാൻ വലിയതാണ്, ഞാനാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കുറെ ആളെയും കൂട്ടിയിട്ട് കുറച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് അവരങ്ങ് പുറത്താക്കുക എന്നുള്ള ആ പ്രവണത ഉണ്ടല്ലോ, അത് ആണും പെണ്ണും കെട്ട ശിഖണ്ഡികൾക്ക് പറഞ്ഞതാ. ശിഖണ്ഡികൾക്ക് മനസ്സിലായ? ഒരുത്തനെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അത് ഞാൻ പറയുന്നില്ല, ശിഖണ്ഡികൾക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. അത് ആണുങ്ങൾക്ക് നട്ടലുള്ളവനിക്ക് പറഞ്ഞതല്ല. നട്ടലുള്ളവൻ്റെ ഒരു നേതൃത്വം എന്താ ചെയ്യാന്നറിയാം. അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആരോടോ ആരോപണം കൊണ്ടുവന്ന് ഇവിടെ എന്താ പ്രശ്നം? ആ പ്രശ്നം പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ നീതസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച വ്യക്തിയോട് അതിന്റെ കാരണങ്ങൾ ചോദിക്കാനെങ്കിൽ ഒരു സാമാന്യ മര്യാദ ചോറ് നിന്നുണ്ട കഞ്ഞി കുടിച്ച ബുദ്ധി ഉണ്ടാവൂലേ? കഞ്ഞി കുടിച്ച ബുദ്ധി അത് വേണ്ടേ? കൂട്ടത്തിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരൊക്കെ ആ ഒരു കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്നു ഇപ്പൊ. വിശ്വസിച്ച് കേട്ടാ, സത്യമായിട്ടാ പറയുന്നത്. കുടിക്കുന്ന വെള്ളത്തിൽ ഇവറ്റകളെ വിശ്വസിക്കാൻ പറ്റില്ല. കുടിക്കുന്ന വെള്ളത്തിൽ ദൈവത്തെ സാക്ഷി എടുത്തിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ ഞാൻ അത്രയും ഇതുണ്ട് എനിക്ക്. ആ മനുഷ്യൻ അങ്ങനെ വേട്ടയാടുന്നത് മാത്രമല്ല, പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി കൊണ്ടുപോയിട്ട് പ്രദർശന വസ്തുവിനെ കൊണ്ടുപോകുമ്പോൾ നാട് മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നിട്ട് CPM-നും സംഘപരിവാറും ചാനങ്ങൾക്കും ചീമുട്ട അറിയാനുള്ള സംവിധാനം പോലീസുകാരടക്കം ഒരുക്കി കൊടുക്കുക. എന്നിട്ട് അതിനെതിരെയെങ്കിലും ഒരു സ്വാഭാവികമായിട്ടുണ്ടാവില്ല. എത്ര ക്രൂര മനസ്സിനുടമയായി കഴിഞ്ഞാലും നമുക്കൊക്കെ ഒന്ന് പതറിപ്പോവില്ല. ഒന്നുമില്ല, നമ്മളെ കൂടെ ഒരുപാട് കാലം നമ്മളെ കൂടെ പ്രവർത്തിച്ച് ഒക്കെ ഇന്ന് ഭക്ഷണം വരെ കഴിച്ചിട്ടുണ്ടാവൂലേ? ആ ഒരു നന്ദി കാണിക്കണം. അത് അങ്ങനെ ചെയ്യല്ല. പോലീസുകാരോട് പറയണ്ടേ? ഇവർ വലിയ നിയമം ഉണ്ടാക്കുന്നവരാണല്ലോ ഇവര്, അല്ലേ? ഇവർ നിയമത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങ് പോരാട്ടം നടത്തുന്നവരാണല്ലോ ഈ വിദ്വാനൊക്കെ. എന്നാൽ അതെങ്കും പറഞ്ഞൂടെ? അങ്ങനെ ചെയ്യൽ തെറ്റാണ്. രാഹുൽ അറസ്റ്റ് ചെയ്തോ? പ്രശ്നമല്ല. അപ്പോഴ് ഞങ്ങൾ വിട്ടില്ലേ, ഞങ്ങൾ പാർട്ടി വിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തേലും പാക്കുക? നിങ്ങളിനി പാർട്ടിയായി നിങ്ങളിപ്പം അങ്ങ് ഉണ്ടാക്കി കൊടുക്കുവല്ല, എടാ, രാജ്യത്തെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് നിയമത്തിന് മറികടന്ന ഒരു ക്രൈം ചെയ്തിട്ടെങ്കിൽ നിങ്ങളിന്ന് ഒരു സഹായവും വേണ്ടാന്നേ. അത് കൃത്യമായിട്ട് അത് ബോധിപ്പിക്കാൻ രാജ്യത്ത് നീതി വീടുണ്ട്. അത് അവരെ പറഞ്ഞ് ബോധിപ്പിച്ചോളൂ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളെ സഹായം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ അങ്ങ് ഒളിച്ചു പോകുന്നേ നിങ്ങൾ വിചാരിച്ച്? രാഹുൽ അങ്ങ് തൂക്കാൻ പിരിക്കുന്നേ നിങ്ങൾ വിചാരിച്ച്? അതെയോ? എത്ര എണ്ണേനും അന്ന് വരിയായിട്ട് രാവിലെ തൊട്ട് കുറെ മഹിളാമണികളും വന്നിട്ട് അവനെ പുറത്താക്കണം. ഇവിടെ സ്ത്രീകൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക? നമ്മളൊക്കെ ഭയപ്പാടോടുകൂടിയാ ജീവിക്കുന്നു. ഇത് അങ്ങോട്ട് പോയിട്ട് ഇതാക്കുന്നൊന്നും പ്രശ്നമൊന്നുമില്ല. എല്ലാ അവർകളാകുക ഇവരെയൊക്കെ എല്ലാത്തിൻ്റെ ഇഷ്ടറിയും ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിന്തിച്ച് ഞാൻ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഈ ശുദ്ധ മനസ്സുള്ളവരൊന്നും ഈ ക്രൈമൊന്നും ചെയ്യാത്തവരുണ്ടല്ലോ, അവരെപ്പോഴും ഇത്രക്കാരെ കൂടിയാ നിൽക്കുക. മനസ്സിലായ? ഈ വലിയ ബ്രിട്ടനായിട്ട് ഞാൻ വലിയ പുണ്യവാനാണ്, ഞാൻ വലിയ അങ്ങ് ശുദ്ധനാണെന്നുള്ള പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചു വരില്ല. ലോക ഫ്രോഡായിരിക്കും, ലോക ഫ്രോഡ്. മനസ്സിലായ? അങ്ങനെയാ ഞാൻ മനസ്സിലാക്കി വെച്ച്. ഇപ്പൊ ഒരുത്തനിക്കും വേണ്ട. ഒരുത്തനിക്കിപ്പം രാഹുൽ വന്ന് പറഞ്ഞ് ഒരു വിഷയമില്ല. ഇപ്പം ആയിരിക്കും
ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയേ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പണ്ടേ കണക്കൂട്ടിയതാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പ്രതിപക്ഷത്തെ ഞാൻ അല്ല ഈ ഭരണപക്ഷത്തിന്റെയോ CPM-ന്റെയോ സംഘപരിവാർ ഞാൻ കുറ്റപ്പെടുത്തുക. കാരണം എന്താ പറയുക, അവരാദ്യം ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഈ കൂട്ടത്തിലുള്ള കുറേ എണ്ണം വരിയായി വന്ന് പറഞ്ഞ് ഈ വെറ്റകൾ ഈ എന്താ പറയുക ചാവാൻ കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ കിടക്കുന്നവർക്ക് അന്ന് എഴുന്നേറ്റാണ്. അന്ന് എഴുന്നേറ്റ് വടിയും കുത്തിപ്പിടിച്ചു രാഹുല് രാജിവെക്കണം, രാഹുല് പാർട്ടിയിൽ പ്രവർത്തിക്കണ്ട, രാഹുല് പൊതുസമൂഹത്തിൽ ആക്കണ്ട. ആരാ പറയുന്നത്? ആരാ ഇതൊക്കെ പറഞ്ഞതിന്റെ ആ ചരിത്രം നമ്മളെ കൊണ്ട് പറയിപ്പിക്കാറ്. മനസ്സിലായ? പിന്നെ അതും പറഞ്ഞു പോയതാ. പിന്നെ ഒരൊറ്റ ഒരുത്തനെയും കണ്ടില്ല. ഈ ഗവൺമെന്റ് ചെയ്യുന്ന എത്രയോ അനീതികളുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ വില വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനൊന്നും പറയാൻ ഒറ്റ ഒരുത്തനെയും കണ്ടിട്ടില്ല. കണ്ടതന്ന് രാഹുലിന്റെ ഈ വിഷയം വന്നപ്പോൾ എവിടുന്നൊക്കെയാ ഇത് ഇവറ്റകൾ എഴുന്നേറ്റ് വന്ന് അന്നേരം ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ കുറെ എണ്ണം ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഇതൊക്കെ മരണപ്പെട്ടു പോയിന്നാ. അപ്പൊ അന്നേരം ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ ഇന്നിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, സ്വന്തം പാർട്ടിക്കകത്തുള്ള കുതികാലി വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രല്ല ഇപ്പൊ 3 എണ്ണം. പിന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ വേറൊരു പടം കണ്ട്, ഇത് കൂടെ അങ്ങ് പറഞ്ഞിട്ട് ഇതും അവസാനിപ്പിച്ചാൽ പിന്നെ അതിനായിട്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ല. 3 എണ്ണം KC വേണുഗോപാലിനെ കാണാൻ വേണ്ടിയിട്ട് 3 എണ്ണം പോയി. കാരണം വെച്ചാൽ ഒന്ന് ഷാനിമോൾ ഉസ്മാൻ, ഒന്ന് ഈ ബിന്ദു കൃഷ്ണ, ഒന്ന് ഈ തുമാ തോമസ്. സ്ത്രീ പ്രതിനിധാനിത്യം വർദ്ധിപ്പിക്കാൻ സീറ്റ് കൂടുതൽ കിട്ടാൻ ആരാണ് പോയതറിയാം? പാർട്ടിന്റെ കുത്തക സീറ്റ് കൊടുത്തിട്ട് പാർട്ടിന്റെ നല്ല കാര്യത്തിൽ കോൺഗ്രസ് തരംഗം കേരളത്തിൽ ആചരിച്ചപ്പോഴും തോറ്റുപോയ 3 വമ്പത്തികളാ പോയിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നടക്കുന്നു. ചെങ്ങായി പറയുന്നു സീറ്റ് കൊടുത്തേക്കല്ല, ഉള്ള സീറ്റ് നഷ്ടപ്പെടുത്തണ്ട കേട്ടാ. ഇപ്പം പ്രത്യേകിച്ചിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓക്കെ.